അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഡെയിലി ക്വിസിലേക്ക് സ്വാഗതം. എന്താണ് ക്വിസ് സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ രണ്ടാം ദിവസമായപ്പോഴേക്ക് വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. പെട്ടെന്ന് തന്നെ നമുക്ക് ആയിരങ്ങളിലേക്ക് റീച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു 5 ആളെ ഇതിലേക്ക് പരിചയപ്പെടുത്തുക. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ്. ഒന്നാം റൗണ്ടിൽ ഇതിലെ വിജയപരാജയങ്ങൾ എന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നാം റൗണ്ട് എല്ലാ ദിവസവും ഉണ്ടായി മറികടക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. മറക്കാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇന്നലെ 1-2 ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. 12 മണി കഴിഞ്ഞാണ് സംഗതി ഓർത്തത്, രണ്ടാമതൊരു ചാൻസ് തരാൻ കഴിയുമോ? ഒക്കെ നമുക്ക് എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. പീസ് റേഡിയോ കുടുംബത്തിലെ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഇതിൻ്റെ പോളിസികളെ വയലേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു, ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടത് കൊണ്ട് പഠിച്ചോനെ കുറേ ആളുകളുടെ ഒരു ദിവസം നഷ്ടപ്പെടുത്തണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട. ഇതിൽ കണ്ടിന്യൂസ് ആയി പോകുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ഇതിലൊരു കട്ട് ഓഫ് ഉണ്ടാകും. ആ കട്ട് ഓഫ് ഉള്ള ആളുകളൊക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. നിങ്ങൾ ബേജാറാകേണ്ട കാര്യമല്ല. നിങ്ങളെന്ത് ചെയ്യുക, മറക്കാതെ ഇതിൽ പങ്കെടുക്കുക, ഒരു അലാം വെക്കുക, പരസ്പരം ഓർമ്മപ്പെടുത്തുക. ഏതായാലും ഇന്ന് ഞാൻ മറ്റൊരു പ്രോഗ്രാം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. പീസ് റേഡിയോ 2 ചാനലുകളുണ്ട്. ഒന്ന് പീസ് റേഡിയോ എന്ന നിലക്ക് നമ്മൾ നന്നായി എല്ലാവർക്കും അറിയുന്ന ചാനൽ. 2 അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ ആ ഫീഡ്ബാക്ക് അയക്കുന്ന ബാറിൽ ഒന്നാമതായി സ്റ്റേഷൻസ് എന്നുള്ളൊരു ബട്ടണുണ്ട്. ആ സ്റ്റേഷൻസ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുതിയ ചാനൽ കിട്ടും. അതിൽ ഖുർആൻ മാത്രമാണുള്ളത്. ആ ഖുർആൻ റേഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രോഗ്രാം എന്നതിലുപരി ആ ഖുർആൻ റേഡിയോ നിങ്ങളൊന്ന് കയറി നോക്ക്. ഒരു മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 20-25 മിനിറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളൊരു 1 അവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ പൂർണ്ണമായി കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 അവർ എങ്ങനെ കൊടുക്കുക? നമ്മളെ യാത്രയിൽ, വാഹനത്തിൽ, ബസ്സിൽ അല്ലെ ഹെഡ്സെറ്റ് വെച്ച് ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. യാത്ര അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഖുർആൻ പലതവണ കേട്ടു തീർത്തു എന്നൊരു അംഗീകാരം നമുക്കുണ്ടാകും. അതേപോലെ അജ്റാൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മൾ ഓതി കേൾപ്പിക്കുന്നു. ആ ഓതി കേൾപ്പിച്ചത് അതിലെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതേപോലെ തജ്വീദിൻ്റെ വേറെയും ക്ലാസ്സുകളുണ്ട്. അതുപോലെ കുട്ടികളെയും മുതിർന്നവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ ടെലിക്വിസ് ഉണ്ട്. എന്താ, ഖുർആനിലെ ഭാഗം ഓതാൻ വേണ്ടി കുട്ടികൾ വിളിക്കുമ്പോൾ പറയുന്ന ഭാഗം ഓതിയാൽ 3 ചോദ്യങ്ങളായിരിക്കും. ആ 3 ചോദ്യത്തിനും ശരിയുത്തരം അയക്കുന്ന ആളുകൾക്ക് സമ്മാനം അയച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഡെയിലി ക്വിസിൽ മാത്രമൊന്നുമല്ല സമ്മാനം. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ സമ്മാനമുള്ള കുറേ പരിപാടികളെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഏതായാലും ഇന്നത്തെ ചോദ്യം വളരെ ലളിതവും മനോഹരവുമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു ഒന്നാമത്തെ ദിവസം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ അറബി ദേശക്കാരിയല്ലാത്ത ഒരു ഭാര്യയുണ്ട്, ഒരു മഹദിയുണ്ട്. അവരാരാണ്? ചോദ്യം കുറച്ച് ടൈറ്റായോ? നോക്കാം, നമുക്ക് നാളെ പരിഹരിക്കാം. ചില ആളുകൾക്കെങ്കിലും ഇത്തിരി ടൈറ്റായിരിക്കും. അറബി ദേശക്കാരിയല്ലാത്ത എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ടാകും. പക്ഷേ ഞാനത് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ ആ ടൈറ്റ് പോകും. എന്താണ് അറബി അല്ലാത്ത എന്നാൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ഒരു മഹദിയുണ്ട്. അവർ ആരാണ് എന്നാണ്. ഓപ്ഷൻസ് ഇതിൽ ആവശ്യം ഉണ്ടാകും, അതുകൊണ്ട് പറയാം. സൈനബ് റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, സൊഫിയ റളിയല്ലാഹു അൻഹ. ക്ലൂ വേണമെങ്കിലാകാം. ഒരു യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് അവരെത്തുന്നത്. എന്തായാലും രാവിലെ 7 മണിക്കാണ് നമ്മൾ ചോദ്യം ഇടുന്നത്. 12 മണിക്കുള്ളിൽ ഉത്തരം അയക്കണം. എല്ലാ ദിവസവും 3 വിജയികൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും. പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ നിന്നും, ലൈവായിട്ട് റേഡിയോയിൽ നിന്നും, FB യൂട്യൂബ് പേജുകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് ലഭ്യമാകും. നിങ്ങൾ പീസ് റേഡിയോ ഡെയിലി ക്വിസിൻ്റെ ഗ്രൂപ്പിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് എത്താൻ കഴിയും. പെട്ടെന്ന് വിവരങ്ങളും വിജയികളെയും ഒക്കെ അറിയാൻ അത് ഉപകരിക്കും. എന്തായാലും നല്ല ഒരു ദിനം നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.